ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ലെഗ്സും ആബ്സും ആയിരുന്നു വർക്കൗട്ട്. ലെഗിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉഴപ്പിയാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ആബ്സിന് നമ്മൾ ഹാങ്ങിങ് ഒക്കെയാണ് ചെയ്തത്. ഇത് രജീഷ് ഏട്ടൻ്റെ പുതിയൊരു വർക്കൗട്ടാണ് കേട്ടോ. പുള്ളി അൺലോക്ക് ചെയ്തതാണ്. അത് കണ്ടുകൊണ്ട് പുജന്തർ വന്ന് നോക്കി നിന്ന് കളിയാക്കി ചിരിക്കുകയൊക്കെയാണ്. ഞങ്ങൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് പങ്കീസിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ഗുപ്തനാണെങ്കിൽ ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പ്രോട്ടീനും ഒക്കെ എടുത്ത് നമ്മളുടെ ന്യൂസും കാര്യങ്ങളൊക്കെ കുറേ സമയം ഇരുന്ന് കണ്ടു കേട്ടോ. പ്രോട്ടീനും കുടിച്ചുകൊണ്ട് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇടിയപ്പവും മുട്ടയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മാളുവിൻ്റെ PSCയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവളോട് ചോദിക്കാൻ പറഞ്ഞു. അതൊക്കെ ചോദിച്ച് അവളുടെ അടുക്കൽ ഇരുന്നിട്ട് നമ്മുടെ ചിക്കൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് അടുക്കളയിൽ വന്നു. ഞാൻ ഇന്ന് ചിക്കൻ ചെറിയൊരു ഫ്രൈഡ് റൈസ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ചിക്കനൊക്കെ വേവിച്ചപ്പോഴത്തേക്കിനും അമ്മയൊക്കെ ഒരു നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് തന്നു. അവർക്കാണെങ്കിലും മധുരം ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കേട്ടോ. എന്നിട്ട് അവരൊക്കെ അത് കുടിക്കുകയാണ്. ഞാൻ എന്നിട്ട് വെജീസും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുത്തു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് അതും കഴിച്ചതിന് ശേഷം നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനും ആളും കൂടി പോയി കേട്ടോ. ഇന്നാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേക്കുകയാണ് കേട്ടോ. ഒന്നും നോക്കിയില്ല. കാരണം എപ്പോഴും പെട്രോൾ പമ്പിൽ കയറാൻ വയ്യ. നമ്മുടെ വണ്ടി ഇത്തിരി എണ്ണ കൂടി കൂടുതലാണ്. അതുകൊണ്ടാണേ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഒരു ചെരുപ്പ് കടയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് അവൾക്ക് ചട്ടിച്ചോറ് വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങി പകുതിക്ക് വെച്ചിട്ട് ഇറങ്ങി വന്നത്. പിന്നെ ഞാൻ കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ജസ്റ്റ് അടൂരൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനായിട്ട് ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ സ്ഥിരം പോയി കുടിക്കുന്ന നമ്മുടെ ബൈപ്പാസിലുള്ള ചായക്കടയിൽ നിന്ന്. അതിനുശേഷം തിരിച്ച് വരുന്ന വഴിക്ക് ചെറിയൊരു ഓംലെറ്റൊക്കെ ഉണ്ട് മേടിച്ച് കഴിച്ചു കേട്ടോ. ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്ന് പോലും. ഓംലെറ്റും ബുൾസയും ഒക്കെ ആയിട്ടാണ് ഞാൻ കഴിച്ചത്. അവൾ ജസ്റ്റ് ഒരു സിംഗിൾ ഓംലെറ്റ് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മുടെ ഡിന്നറും അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ബൈക്കിൽ ഇങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത കാരണം. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ന്യൂസൊക്കെ കണ്ടു. എന്നിട്ട് നമ്മുടെ ഫിഷ് ഓയിലും ഒരു കാൽസ്യം ടാബ്ലറ്റും ഒക്കെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്തു. ബൈ ബൈ.